ഇപ്പം നമ്മൾ ഗാന്ധിജിയുടെ റെസ്റ്റിംഗ് പ്ലേസായ രാജ്ഘട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. 13th ജനുവരി 1948 ന്യൂഡൽഹിയിൽ വെച്ച് ആണ് മഹാത്മാഗാന്ധി അസാസിനേറ്റ് ആവുന്നത്. നഥുറാം ഗോഡ്സെ എന്ന് പറഞ്ഞ ഒരു ഹിന്ദു നാഷണലിസ്റ്റ് 3 വട്ടം ക്ലോസ് റേഞ്ചിൽ ഷൂട്ട് ചെയ്യായിരുന്നു ഗാന്ധിജീനെ. ഗാന്ധിജി പ്രയറിനായിട്ട് പോവായിരുന്നു. അതിനുശേഷം 1949 ഗോഡ്സെനെ അറസ്റ്റ് ചെയ്ത് ട്രയലൊക്കെ നടത്തി അദ്ദേഹത്തെ ജീവപര്യന്തം കൊടുത്തു. അതിനുശേഷം നവംബർ 15, 1949 പഞ്ചാബിൽ വെച്ച് അദ്ദേഹത്തെ തൂക്കിലേറ്റി. രാജ്ഘട്ട് വളരെ മനോഹരമായിട്ടാണ് അവർ സൂക്ഷിച്ചത്. പക്ക വെൽ മെയിൻറ്റൈൻഡ് ആൻഡ് വെൽ ക്ലീൻഡ്. മഹാത്മാഗാന്ധിക്ക് ശരിക്കും ഒരു ട്രഡീഷണൽ ടോംബില്ല. ഹിന്ദു ആചാരപ്രകാരം അദ്ദേഹത്തെ യമുന റിവറിൻ്റെ തീരത്ത് വെച്ച് ദഹിപ്പിച്ചു. കുറച്ച് നാൾക്ക് ശേഷം അതേ പ്ലേസിൽ തന്നെ രാജ്ഘട്ട് എന്ന പേരും കൊടുത്ത് ഒരു ടോംബ് നിർമ്മിച്ചു. അങ്ങനെയാണ് രാജ്ഘട്ട് എന്നുള്ള ടോംബ് ഉണ്ടായത്. ഇത് റെഡ് ഫോർട്ടിൻ്റെ വളരെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഗോഡ്സെ ഗാന്ധിജീനെ അസാസിനേറ്റ് ചെയ്യാനുള്ള കാരണം 1947 പാകിസ്ഥാന് ആയിട്ടുള്ളൊരു മീറ്റിങ്ങിൽ ഗാന്ധിജിയുടെ നോൺ വയലൻസ് ഫിലോസഫി അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഒരു ഹിന്ദു നാഷണലിസ്റ്റ് ആയിരുന്നു. അതിനുശേഷം അന്ന് മതത്തിൻ്റെ പേരിൽ വലിയൊരു കലാപം തന്നെ പാകിസ്ഥാനുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു ഹിന്ദു നാഷണലിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഗാന്ധിജിയുടെ ഐഡിയോളജിയിൽ ഒത്തുപോകാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം ഗാന്ധിജിനെ അസാസിനേറ്റാണ് ചെയ്തത്. അപ്പോൾ നമ്മളിനി അവിടുത്തെ പരിപാടി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അടുത്തത് ഇന്ത്യയുടെ ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്ററായ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഇന്ദിരാഗാന്ധിയുടെ വീടാണ്. അവിടെ വെച്ച് 1984 അസാസിനേറ്റ് ചെയ്യപ്പെടുകയായിരുന്നു ഇന്ദിരാഗാന്ധി. ഈ മ്യൂസിയത്തിൻ്റെ അകത്ത് അന്ന് രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും അന്ന് ഇവിടെ താമസിക്കുമ്പോൾ അതേ ലീവിങ് കണ്ടീഷനിൽ പ്രിസർവ് ചെയ്ത് വെച്ചേക്കാണ്. ഫുള്ള് ഗ്ലാസ്സിലൊക്കെ ഇട്ട് ഗ്ലാസ് പാത്രത്തിലേക്ക് വെച്ചിട്ട്.
31, 1984 ഇന്ദിരാഗാന്ധിയുടെ ബോഡി ഗാർഡായ 2 സിഖുകാർ ഇന്ദിരാഗാന്ധിനെ ബിട്രേ ചെയ്ത് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇന്ദിരാഗാന്ധി മെമ്മോറിയലിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ തന്നെ പുറത്ത് മയിലൊക്കെ. അതായത് നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് രാഷ്ട്രപതി ഭവനാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ ഇന്ത്യ, രാഷ്ട്രപതി ഭവൻ, ലൊക്കേറ്റഡ് ഇൻ ന്യൂഡൽഹി. ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, സ്റ്റാൻഡ്സ് ആസ് എ മൊമെന്റേറിയൽ സിംബൽ ഓഫ് വേൾഡ് ലാർജസ്റ്റ് ഡെമോക്രസി. 320 ഏക്കർ, 340 റൂം, 4 ഫ്ലോറ്, 2.5 കിലോമീറ്റർ സ്പാനിൽ കോറിഡോർസ്. 1912 ആണ് രാഷ്ട്രപതി ഭവൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 1929 ഇതിൻ്റെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ കഴിയുന്നത്. മൊത്തം ഒരു 17 വർഷം എടുത്തു ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ. വേൾഡ് വാർ നടക്കുന്ന സമയമായതുകൊണ്ടാണ് പ്രൊജക്റ്റ് കുറച്ചുകൂടി ഡിലേ ആയിപ്പോയത്. ഏപ്രിൽ 6, 1929 ആണ് ഈ പ്രോപ്പർട്ടി ഉദ്ഘാടനം ചെയ്യുന്നത്. പക്ഷേ 1931 ഇത് ഒഫീഷ്യലായിട്ട് ഇനാഗുറേഷൻ നടക്കുന്നത് ഇവിടുത്തെ. ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്കാണ് പോകുന്നത്. ഇന്ത്യ ഗേറ്റ് ന്യൂഡൽഹിയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 42 മീറ്റർ ഹൈറ്റിലാണ് പണിതേക്കണേ. ഇത് 70,000 സോൾജേഴ്സിൻ്റെ സാക്രിഫൈസ്, വേൾഡ് വാർ 1 സാക്രിഫൈസ് ചെയ്തതിൻ്റെ ഒരു ഹോണറായിട്ടാണ് ഇത് പണിതേക്കണേ. 1931 ഇത് ഒഫീഷ്യലായിട്ട് പണിതത്. അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റിൽ കുറച്ച് നേരം ചിലവഴിച്ചതിന് ശേഷം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ അക്ഷർധാം ടെമ്പിളിലേക്കാണ് പോണത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടെമ്പിളും ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോംപ്രിഹെൻസീവ് ഹിന്ദു ടെമ്പിൾ എന്നറിയപ്പെടുന്ന അക്ഷർധാം ടെമ്പിളിലേക്കാണ് പോകുന്നത്. November 6, 2005 ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അടിപൊളി ടെമ്പിളാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. സീ യു.